ഭിന്നശേഷി അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെടുത്തി വലിയൊരു വിവാദം ഇപ്പോൾ സംസ്ഥാനം നടക്കുന്നുണ്ട്. പക്ഷേ വിവാദം വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പർട്ടിക്കുലർലി പ്രത്യേകിച്ച് ശിവൻകുട്ടി മന്ത്രിയും ക്രൈസ്തവ സഭകളും തമ്മിലുള്ള ഒരു തർക്കമായി ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സീറോ മലബാർ സഭ, കാത്തലിക് സഭ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞു. ഇപ്പോൾ സീറോ മലബാർ സഭ രംഗത്ത് വന്നിരിക്കുന്നു. ഒരുപാട് ആളുകൾ, ക്രിസ്തീയ സഭകളെല്ലാം ഒന്നടങ്കം ഗവൺമെൻറ്റിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കിടന്നൊരു കേസാണ്. സുപ്രീം കോടതിയിൽ അവസാനമായി വന്നൊരു വിധിയാണ് ഇതിനകത്തുള്ള പ്രശ്നം. വിധി മറ്റൊന്നുമല്ല, ഭിന്നശേഷിക്കാരായിട്ടുള്ള അധ്യാപകരുണ്ടെങ്കിൽ, പഠിച്ചിട്ടുള്ള ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അവർക്ക് 4% അധ്യാപിക തസ്തിക മാറ്റിവെക്കണം. പക്ഷേ ഇങ്ങനെ മാറ്റിവെക്കുമ്പോഴുള്ളൊരു പ്രശ്നം, അത് മാറ്റിവെച്ചാലേ, അല്ലെങ്കിൽ അവർക്ക് ഫില്ല് ചെയ്തിട്ടേ, ആ 4% ഫില്ല് ചെയ്തിട്ടേ ബാക്കി ഫില്ല് ചെയ്യാവൂ എന്നൊരു നിയമം വന്നു പോയാൽ ഒരു പ്രശ്നം വന്നു പോകും. അതേസമയം 4% മാറ്റിവെക്കണം. ആ 4%-ത്തിൽ ഡെയിലി വേജസ് എപ്പോഴെങ്കിലും ഭിന്നശേഷിക്കാർ വരുമ്പോൾ കൊടുക്കാം, ഓക്കെ. പക്ഷേ 4% നടത്തിയിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് 4%-ത്തിന് ആളെ കിട്ടിയില്ലെങ്കിൽ ഇതൊരു പ്രശ്നമുള്ള മേഖലയാണ്. ഒരുപാട് പേർ ഭിന്നശേഷിക്കാർ പഠിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇതൊക്കെ കറക്റ്റായിട്ട് ഏത് സ്കൂൾ എവിടെയാണ്, പല സ്കൂളുകളുണ്ട്. സ്കൂളുകൾ അവർ പ്രാദേശികമായിട്ടൊക്കെയാണ് പരസ്യം വിളിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളിന് കൊല്ലത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ പോയി ജോലി ചെയ്യാൻ ചിലപ്പോൾ ഭിന്നശേഷിക്കാരന് കഴിയില്ല. ഇത് വളരെ സങ്കീർണമായ വിഷയമാണ്. ഇതിനകത്താണ് സുപ്രീം കോടതിയിലേക്ക് ഇങ്ങനെ പ്രശ്നം വളരെ സ്പെഷ്യലായപ്പോൾ ധാരാളം സ്കൂളുകളുള്ള NSS, SNDP, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, മുസ്ലിം മാനേജ്മെൻറ്റ്, ഇവർക്കെല്ലാം നല്ല സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. ഇതിൽ NSS, നായർ സർവീസ് സൊസൈറ്റി സുപ്രീം കോടതി പോവുകയും അവരൊരു വിധി സമ്പാദിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ 4%-ൻ്റെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തോളാം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തരണം. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇവർക്ക് കൊടുത്തിരിക്കുന്നുവെന്ന് മാത്രമല്ല സമാനമായ സൊസൈറ്റികൾക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് സമാന സൊസൈറ്റികൾക്കും ഈ നിയമം വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം എന്നാണ് സുപ്രീം കോടതി വിധി. അത് വെച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ സഭകൾ പറയുന്നത്, പിന്നെ ഇനി ഞങ്ങൾ പോകണ്ടല്ലോ, ഒരു വിധിയിൽ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ സമാന സൊസൈറ്റികൾക്കും സമാനമായ സ്ഥാപനങ്ങൾക്കും അത് ഏത് മതമായാലും ചെയ്യാമെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ ഇത് ചെയ്തുകൂടെ, ഞങ്ങളുടെ സ്കൂളുകൾക്ക് ഇത് ചെയ്തുകൂടെ, ഞങ്ങളിനി എന്തിനാണ് കോടതിയിൽ പോകുന്നതെന്നാണ് അവരുടെ ചോദ്യം. അതേസമയം നായർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വന്ന, നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി വന്ന ഉത്തരവിൽ അവർക്ക് മാത്രമേ അത് ബാധകമാകൂ എന്നും മറ്റ് ക്രിസ്ത്യ സഭകൾ വേണമെങ്കിൽ അന്നേ കോടതിയിൽ പോയി ഇത് വാങ്ങാത്തത് എന്തുമെന്നാണ് ശിവൻകുട്ടി മിനിസ്റ്റർ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കൊരു ടെക്നിക്കലാണ് പ്രോബ്ലം, കുറച്ചൊരു സാങ്കേതികത്വം ഉള്ളതാണ്. അപ്പോൾ അന്നേ നിങ്ങൾ പോയി കോടതിയിൽ നിന്ന് വാങ്ങാത്ത എന്തെന്ന് സർക്കാരിന് വേണ്ടി ശിവൻകുട്ടി ചോദിക്കുന്നു. ഞങ്ങൾ നായർ കമ്മ്യൂണിറ്റിക്ക് കിട്ടിയത് കൊണ്ട്, NSSന് കിട്ടിയത് കൊണ്ട് സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കെല്ലാം അങ്ങനെ ആകാം, ഈ നിയമം ആപ്ലിക്കബിളാണ്, അല്ലെങ്കിൽ ഉത്തരവ് ബാധകമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തതെന്ന് ക്രിസ്ത്യൻ സഭകൾ. എന്തായാലും തത്വത്തിൽ അവസാനം വന്നിരിക്കുന്നത്, നാടകാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സഭകൾ ഒരു വശത്ത്, ഗവൺമെൻറ് മറ്റൊരു വശത്ത്. ഇതിനിടയിലാണ് അസംബ്ലിയിൽ മോൻസ് ജോസഫ് കടുത്തുരുത്തി MLA ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അവസാനം അത് അവിടെയും വലിയ വിവാദമാവുകയും എന്നെയും ക്രിസ്ത്യാനികളെയും അച്ഛന്മാരെയും പിതാക്കന്മാരെയും തിരുമേനിമാരെയും തമ്മിൽ തെറ്റിക്കേണ്ട, ഞങ്ങൾക്കും ബിഷപ്പുമാരെയെല്ലാം പരിചയമുണ്ട് എന്നൊക്കെ ഉള്ള നിലയിൽ ശിവൻകുട്ടിക്ക് സംസാരിക്കേണ്ടി വന്നു. വലിയ തർക്കം നടന്നു. പക്ഷേ തർക്കം അസംബ്ലിക്ക് പുറത്ത് വന്നു. അത് പത്രത്തിൻ്റെ രൂപത്തിൽ വരുന്നു, വാർത്തയുടെ രൂപത്തിൽ വരുന്നു, പല രൂപത്തിലേക്ക് മാറി. ഇപ്പോഴിതാ സീറോ മലബാർ സഭയും ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞ് വർത്തമാനം പറഞ്ഞു തുടങ്ങി. പണ്ട് വിമോചന സമരകാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. വിദ്യാഭ്യാസ ബില്ലിൻ്റെ പേരിലായിരുന്നു, വലിയ ഭൂപരിഷ്കരണത്തിൻ്റെ പേരിലുണ്ട്, എന്നാലും അതിനേക്കാൾ വലിയ ബഹളം നടന്നത് പ്രൊഫസർ മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ ബില്ലിലായിരുന്നു. വലിയ വിപ്ലവം അന്നുണ്ടായത്. അതൊരു ഗവൺമെൻറ്റിന് തന്നെ പുറത്തു പോകേണ്ടി വന്നു വിമോചന സമരത്തിലൂടെ. പക്ഷേ ഇന്നിപ്പോൾ വിമോചന സമരത്തിനൊന്നും സ്കോപ്പില്ല, കാരണം കാലം ഒരുപാട് മാറി, വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി പുഴകളിൽ, നദികളിലൂടെ. ഇന്നിപ്പോൾ അത് എളുപ്പമല്ല വിമോചന സമരം. പക്ഷേ എങ്കിൽ പോലും രണ്ട് തട്ടിലായി നിൽക്കുകയാണ് ക്രിസ്തീയ സഭകളും ഗവൺമെൻറ്റും.